കുറേ നേരമായി വന്നിട്ട്. എടാ സിലിണ്ടർ ഒന്ന് മാറ്റി കൊടുക്കണ്ടോ? ഞാൻ പോട്ടെ, ഉറങ്ങട്ടെടാ പോയിട്ട്. എന്തായാലും പരിപാടിയൊക്കെ ഉഷാറായില്ലടാ. ജ്വല്ലറിത്തൊക്കെ എന്തായി? കൊടുത്തോ? അത് കൊടുത്തടാ. ഇനി പന്തപ്പണിക്കാർക്കുള്ള കുറച്ച് ചില്ലറുണ്ട് കൊടുക്കാൻ. പിന്നെ നമ്മളെ ഗണേശേട്ടന് പൈസ കൊടുത്തിട്ട് ഗണേശേട്ടൻ വാങ്ങില്ലടാ. ചേച്ചി എടുത്തേച്ച് വരും കേട്ടോ. ചേച്ചി വരണം കേട്ടോ. ചേച്ചി വന്നിട്ട് കുഞ്ഞോട് പോയപ്പോ വീട് ഉറങ്ങിപ്പോയ മാതിരിയാടാ. അത് നോക്കണ്ടടാ. എന്തായാലും കുറച്ച് സാധ്യത ചെറോട് പഠിപ്പും വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ. ഓൾക്ക് എവിടെ പോയാലും നിൽക്കാനല്ലടാ. അത് റെഡി. അതല്ലടാ, അനക്കറിയില്ലേ, ഓളും അമ്മയും എല്ലാവരും പാടെ കൂടിയ വീട്ടിൽ നല്ല രസമാണ് വൈകുന്നേരം. ഇതിപ്പോൾ ഓളങ്ങോട്ട് പെട്ടെന്ന് പോയപ്പോ എന്തോ പോലെ ആയിപ്പോയി വീടാണ്. അല്ലടോ, അന്നമ്മ ദാസേട്ട സഹായിച്ചു. പാപ്പ സഹായിച്ചില്ലടാ. പാപ്പന് 2 പെൺകുട്ടികളല്ലേ. അല്ല, എന്റെ കുടുംബത്തിലൊരു കായിക ഒരാൾ മൂപ്പരാണല്ലോ. എല്ലാവർക്കും ഒരു പരിചയടാ. മനസ്സിലാക്കി പോവല്ലടാ. ഒന്നും മിണ്ടണ്ട. എന്നിട്ടൊരു കമ്പനി മനസ്സിലാക്ക്. ഒന്നും വേണ്ട. കമ്പനി എടാ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കടാ. എടാ പകരം കേറ ഒരാളെ കിട്ടാത്തോണ്ടാണ്. നിന്റെ പെങ്ങളെ കല്യാണം പറഞ്ഞിട്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ലല്ലോ. ആംബുലൻസിലല്ലേ പണിയിരിക്കണേ? കളക്ടർ ജോന്നല്ലല്ലോ എനിക്ക്. ഓന്റെ ഒരു തൊലിച്ച ആംബുലൻസ്. അനക്ക് ആംബുലൻസിനെ പറ്റി എന്താ അറിയാ? അനക്കെന്താ അറിയാ? ഈ ലൈറ്റിട്ട് പാഞ്ഞു പോണ ആംബുലൻസ് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അത് ഓടിക്കണവന് അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താ എനിക്കറിയോ? ഇജിപ്പോൾ പറഞ്ഞല്ലോ തൊലിച്ച ആംബുലൻസ് എന്ന് ഇജ്ജ് പറഞ്ഞല്ലോ. എനിക്കറിയാം എന്താന്ന്. പണ്ട് ഞാനും ഇജ്ജൊക്കെ കുത്തിരിക്കുന്ന ആംബുലൻസ് പോകുമ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ട്, നീയും പറഞ്ഞിട്ടുണ്ട്. ഓൻ വേഗം എത്താൻ വേണ്ടി ആവശ്യമില്ലാതെ ലൈറ്റിട്ട് ഓൻ പറപ്പിക്കാന്ന് പറഞ്ഞിട്ട് 100 ഓൻ പറപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നളിയാ, എനിക്ക് മനസ്സിലാവില്ല അത്. അനക്കൊക്കെ ആംബുലൻസ് ഡ്രൈവർമാർക്കൊക്കെയുള്ള ലൈക്കുകളൊക്കെ കൊടുക്കണം എന്നാണെന്നറിയോ? 3 മണിക്കൂർ കൊണ്ട് 3.5 മണിക്കൂർ കൊണ്ട് കൊച്ചിയിലും കണ്ണൂരും കാസർഗോഡും ചെക്കന്മാരെ എത്തിച്ചെന്ന് പറഞ്ഞ പിറ്റേന്ന് ഞങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കും അല്ലേ? എടോ, അതിൻ്റെ ഒക്കെ ആയുസ് ഒരു ദിവസം തീർന്ന നിങ്ങൾ മറന്ന്. ഇതിൻ്റെ സ്നേഹിതന്മാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല, നമ്മളെ വേറെ ആരാടാ സപ്പോർട്ട് ചെയ്യുക? എനിക്കറിയോ, ഇജിപ്പോൾ പറഞ്ഞല്ലോ തൊലിച്ച ആംബുലൻസ് എന്ന് പറഞ്ഞല്ലോ. എടാ, ഇന്നലെ ഒരു പൈതലിനെ കൊണ്ടുപോയടാ. 4 മാസം അതിനെ പ്രായം. 4 മാസം. എടാ, അതിൻ്റെ തള്ളി ആ വണ്ടിൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് ഇരിക്കണത്. ഇത് 100 നീയൊക്കെ പറയില്ലേ, ബ്ലേഡ് കട്ടിങ് പഴംപൊരി കട്ടിങ് എന്ന് പറയില്ലേ? അങ്ങനെ കട്ട് ചെയ്ത് വിടുന്ന സമയത്ത് നമ്മളുള്ളിൽ പെടയിടല്ലോ. അതെനിക്ക് മനസ്സിലാവില്ല. എൻ്റെ പെങ്ങളെ കല്യാണത്തിന് ഞാൻ വന്നില്ല എന്നുള്ളതല്ലേടാ എൻ്റെ പരാതി അല്ലേ? എൻ്റെ പെങ്ങളെ എൻ്റെ പെങ്ങളാ. പക്ഷെ ഒരു പൈതലിൻ്റെ ജീവനോ ആ കല്യാണത്തിന് ഞാൻ വന്ന് അടിച്ചു പൊളിക്കണാടാ വലുത്. അനക്കല്ലേ പരാതി? എൻ്റെ പെങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചോക്കടാ. ഓൾക്ക് ഈ പരാതി ഉണ്ടാവില്ല. എന്താണെന്നറിയോ? ഓൾക്കറിയടാ, ഓൾക്കറിയാം ഒരു ജീവന്റെ വില എന്താണ്. മംഗലാപുരത്ത് നിന്നും 15 ദിവസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് ആംബുലൻസ് പറന്നെത്തിയപ്പോൾ എല്ലാവരും അന്വേഷിച്ചത് ഒരാളെയാണ്. രാവാകട്ടെ പകലാവട്ടെ, ഇടിയും മിന്നലും പേമാരിയും പ്രളയവും എന്തുമാവട്ടെ, ഒരു വിളിയിൽ പറന്നെത്താൻ ദൈവം തന്റെ രക്ഷാച്ചിറകുകൾ നൽകിയിട്ടുള്ളത് ഈ സഹോദരന്മാർക്കാണ്.